ഓം വ്യാസമഹർഷയേ നമഃ. ഓം ശുഭബ്രഹ്മർഷിണേ നമഃ. ഓം കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ കൃഷ്ണചന്ദ്രായ. ശ്രീ നരനാരായണ മഹർഷിമാരെയും ശ്രീ നാരദനെയും സജ്ജനങ്ങളായിരിക്കുന്ന നിങ്ങൾക്കുമൊക്കെ നമസ്കാരം പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിൽ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലുമെല്ലാം ഭാഗവതാലാപനത്തിൻ്റെ മാധുര്യം കൊണ്ടും അതിൻ്റെ പുതുമ ചില അവതരണങ്ങൾ കൊണ്ടും ലോകമെമ്പാടും പ്രശംസനീയനായിരിക്കുന്ന ശ്രീ ഉമ്മന്നൂർ ശ്രീലാൽ ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ഈ ഭാഗവത സംരംഭത്തിൻ്റെ പ്രാഥമികമായിട്ട് അത് പാരായണം ചെയ്ത് ഇപ്പോൾ ഇട്ടുകൊണ്ടിരുന്നത് പ്രഥമസ്കന്ധവും ദ്വിതീയ സ്കന്ധവും ഇവിടെ സമർപ്പിച്ചിരിക്കുകയാണ്. തുടർന്ന് നമുക്ക് തൃതീയ സ്കന്ധം മുതൽ ഈ പ്രഥമ ദ്വിതീയങ്ങൾ മാത്രം ഞാനിവിടെ സൂചിപ്പിച്ചു നിർത്തും. തൃതീയ സ്കന്ധം മുതലുള്ളതായിരിക്കുന്ന ഭാഗങ്ങൾ വലിയ പണ്ഡിതവരേണ്യന്മാരായിരിക്കുന്നവരും അനുഭവസമ്പത്തും ജ്ഞാനവും ഒക്കെ ഉള്ളതായിരിക്കുന്ന മഹത്തുക്കളായിട്ടുള്ള ആൾക്കാർ നിങ്ങളോട് വിസ്തരിച്ച് വ്യാഖ്യാനം ചെയ്യും. തൽക്കാലം ഈ ആദ്യത്തെ പ്രാഥമികമായിട്ടുള്ള കാര്യം അത് മറ്റുള്ള കഥകളൊക്കെ വളരെ ഗഹനമായിട്ടുള്ളതാണ്. ഇതതിൻ്റെ ഇൻട്രഡക്ഷൻ, അതിൻ്റെ ഒരു ഉപാഖ്യാനം എന്നുള്ള മട്ടിൽ ആദ്യത്തെ അതിൻ്റെ കാര്യങ്ങൾ മാത്രം ഞാൻ എൻ്റെ പരിമിതത്തെ പറ്റി ഒക്കെ അറിയാവുന്ന ആളായതുകൊണ്ട് ശ്രീലാൽ എന്നെ ഏൽപ്പിച്ചത് ഇതിൻ്റെ ആദ്യത്തെ ആമുഖമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പിന്നാലെ ആവുന്ന വിധം സൂചിപ്പിച്ച് നിർത്തുകയാണ്. പ്രഥമ ദ്വിതീയ സ്കന്ധങ്ങൾ. ഇതിൽ പ്രഥമ സ്കന്ധമെന്ന് പറയുന്നത് വിചാരശീലനായിരിക്കുന്ന മനുഷ്യന് നശ്വരമായിരിക്കുന്ന ഈ ലോകവാസനയെ ദോഷമാണെന്ന് കണ്ട് പരിത്യജിച്ച് നിത്യമായിരിക്കുന്ന വസ്തുവുമായിട്ട് സംസർഗം ഉണ്ടാകുന്നതിന് ഉതകുന്നതായ ഗുരുവിനെ സ്വീകരിക്കുന്നതാണ് ഈ പ്രഥമമായിട്ടുള്ളതായിരിക്കുന്ന കാര്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ദ്വിതീയ സ്കന്ധത്തിൽ വിഷയപരിത്യാഗിയായിട്ടുള്ള ആൾക്കാരും വിഷയം പരിത്യജിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്കും, അല്ലെങ്കിൽ അവർ എങ്ങനെ ആരെ ഏത് രീതിയിൽ ആശ്രയിക്കണം എന്ന് പറയുന്നതാണ് ദ്വിതീയ സ്കന്ധവും. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ സൂചിപ്പിച്ച്. ഇപ്പോൾ ഇത് ഈ ശ്രീമദ് ഭാഗവതം ശ്രീലാൽ പാരായണം ചെയ്തതായിരിക്കുന്ന ഭാഗത്തിൽ ആദ്യം തുടങ്ങുമ്പോൾ, പ്രഥമസ്കന്ധം തുടങ്ങുമ്പോൾ ഈ ശൗനകാദി മഹർഷിമാർ യാഗം തുടങ്ങിയപ്പോൾ ശ്രീ വേദവ്യാസ ശിഷ്യനായ സൂത പൗരാണികനോട് ചോദിക്കുന്നത് എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് എന്തിനു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആര് എപ്പോൾ എങ്ങനെ എന്തിനൊക്കെ പറഞ്ഞു എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗം പറഞ്ഞിരിക്കുന്നത്. അത് ഈ തലക്കെട്ടിൽ ഒരു ചെറിയ പ്രശ്നമുള്ളത് കൊണ്ടാണ് ചിലർ ഇതിൻ്റെ ഒരു മാറ്റം വരുത്തി ശൗനകാദി മഹർഷിമാർ യാഗം തുടങ്ങിയപ്പോൾ ശ്രീ വേദവ്യാസ ശിഷ്യനായ ഒന്നുമില്ലാതെ പോലും സൂതപൗരാണികനോട് ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് മാത്രം എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ ഇത് വളരെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നതായിരിക്കുന്ന യാഗമാണെന്നൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ യാഗം നടക്കുന്ന സമയത്ത് വന്നു ചേർന്നതായിരിക്കുന്ന സൂതൻ്റെ പേരാണ് ഉഗ്രശ്രവസ്. അപ്പോൾ ഇതിന് മുമ്പൊരു സൂതനുണ്ടായിരുന്നു, രോമഹർഷണൻ എന്ന് പറയുന്നത്. ഈ രോമകൃഷ്ണനായിരിക്കുന്ന സൂതൻ്റെ കഥ നിങ്ങൾക്ക് നവമസ്കന്ധം അദ്ദേഹം പാരായണം ചെയ്യുന്ന സമയത്ത് ബലരാമചരിതം പാരായണം ചെയ്യും. ആ ബലരാമചരിതം പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ അവസാനം, ആ ബലരാമചരിതത്തിൻ്റെ അവസാനം ആ സൂത പൗരാണികനെ പറ്റി, അതായത് നമ്മുടെ രോമഹർഷനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അന്നേരം നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ മറ്റുള്ള ആചാര്യന്മാർ അതിനെപ്പറ്റി വിസ്തരിച്ച് പറഞ്ഞു തരും. ഇനി ഒന്ന് മനസ്സിലാക്കാനുള്ളത്, സൂതൻ എന്നുള്ളതായിരിക്കുന്ന വാക്ക് തന്നെ, സു എന്ന് പറഞ്ഞാൽ മംഗളം എന്നർത്ഥം, തകാരത്തിന് തത്വബോധം എന്നാണ് അർത്ഥം. അപ്പം മംഗളകരമായിരിക്കുന്ന തത്വത്തെ ബോധിപ്പിക്കുന്ന യാതൊരുവനാണോ അവനെ സൂതൻ എന്ന് പറയാമെന്നാണ് ആചാര്യന്മാർ പറയുക. അനേക അർത്ഥമുണ്ട് അതിന്, എങ്കിലും നമുക്ക് തൽക്കാലം ഇത്രയും എടുത്താൽ മതിയാകും.
അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന സൂതൻ അത് ശൗനകാദി മഹർഷിമാർ യാഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നീണ്ട സത്രമാണ് നടത്തിക്കൊണ്ടിരുന്നത്. സതാം ത്രായതേ ഇതി സത്ര. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന സത്രത്തിൽ അവിടെ അതിനെ കേൾക്കുന്നതിനും കാണുന്നതിനും വേണ്ടി വന്നു ചേർന്നതായിരിക്കുന്ന സൂതനെ വന്ദിച്ച് സ്വീകരിച്ച് ഇരുത്തി അദ്ദേഹത്തിനോട് കുശലപ്രശ്നാദികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ചോദിച്ച ശൗനക മഹർഷി ചോദിച്ചതിന് ഉത്തരമായിട്ടാണ് ഈ ഭാഗവതം പറയുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. പിന്നെ ഈ നൈമിഷാരണ്യം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് നടന്നതെന്ന് പറയുന്നത്. നൈമിഷാരണ്യത്തെപ്പറ്റി ഈ വരാഹപുരാണം, കൂർമ്മപുരാണം പല കഥകളുണ്ട് അതിനെപ്പറ്റി. ഇവിടെയും നമ്മൾ സാധാരണ നിലവാരത്തിൽ പറയുന്നത് ബ്രഹ്മദേവൻ കൊടുത്തയച്ചതായിരിക്കുന്ന ഒരു നേമി, ഒരു ചക്രം, ചിലതിനകത്ത് അതിനെ ശകടമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന നേമി ഉരുട്ടിവിടുകയും ആ നേമി വന്ന് ശീർണമായ പൊടിഞ്ഞതായിരിക്കുന്ന സ്ഥലത്തിന് നൈമിഷാരണ്യം എന്നൊരു പേരുണ്ടായുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നൈമിഷാരണ്യത്തെപ്പറ്റി എഴുത്തച്ഛൻ അതിനെ കഥകളൊന്നും സൂചിപ്പിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിൽ അദ്ദേഹം വൈഷ്ണവക്ഷേത്രം എന്ന് മാത്രം ഒരു പദമാണ് രണ്ടിടത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത് എനിക്ക്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന വൈഷ്ണവ ക്ഷേത്രത്തെപ്പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ അത് നമ്മുടെ പുരാണങ്ങൾ സാധാരണ തപ്പി എവിടെയോ ചെന്നപ്പോൾ ഏതൊരു പുരാണത്തിൽ ഇതുപോലെ ശൗനകാദി മഹർഷിമാർ ഇതുപോലെ കലി ബാധിക്കുന്നതിന് മുമ്പ് ആ സമയത്ത് കലിയിൽ നിന്ന് മോചനം നേടുകയും അത് ഭഗവാനെ പ്രാപിക്കാനുള്ളതായിരിക്കുന്ന മാർഗത്തിന് ഉപയുക്തമായിരിക്കുന്ന കർമ്മങ്ങളെ ചെയ്യുന്നതിന് പറ്റിയതായിരിക്കുന്ന ഒരു സ്ഥലം വേണമെന്ന് പറഞ്ഞ് ബ്രഹ്മദേവൻ്റെ സത്യലോകത്തിൽ ബ്രഹ്മദേവൻ്റെ ഇടകൾ ചെന്ന് അഭ്യർത്ഥിക്കുകയും അദ്ദേഹം ധ്യാനനിമഗ്നനായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഒരു ചൈതന്യം ഉണ്ടായി വരികയും ആ ചൈതന്യം ഒരു രൂപത്തെ സ്വീകരിക്കുകയും ആ രൂപത്തിനാണ് അനിമിഷൻ എന്ന പേര് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം വിഷ്ണു തന്നെയാണ്, നിമിഷമില്ലാത്ത ആളെന്ന് വെച്ചാൽ കണ്ണടയ്ക്കാൻ തുറക്കാത്ത ദേവന്മാർക്ക് അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ദേവസ്വരൂപി ചതുർബാഹുവായിരിക്കുന്ന വിഷ്ണു സ്വരൂപമായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെയുള്ളതായിരിക്കുന്ന ഈ വിഷ്ണുദേവൻ്റെ പുറകെ പോകാനും അദ്ദേഹം എവിടെയാണോ അപ്രത്യക്ഷമാകുന്നത് അവിടെ നിങ്ങൾ യാഗശാല നിർമ്മിച്ച് അവിടെ ഇരുന്ന് കർമ്മങ്ങളെ ആചരിക്കാനും ബ്രഹ്മദേവൻ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം പോവുകയും ഋഷീശ്വരന്മാർ അദ്ദേഹത്തിൻ്റെ പുറകെ പോവുകയും ഈ വൈഷ്ണവ സ്വരൂപിയായിരിക്കുന്ന അദ്ദേഹം വന്ന് നിന്നതായിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ഗൗതമി തീരത്തിൻ്റെ തീരത്താണെന്നൊക്കെയാണ് പറയുക, ഗൗതമി തീരത്താണെന്ന് പറയുന്നു. അപ്പോൾ അല്ലെങ്കിൽ പണ്ട് അർജുനൻ ഉൽപ്പലിനി എന്ന് പേരിട്ടിരുന്ന ഒരു നദിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന സപ്തസാരസ്വതങ്ങളിൽ അതിൻ്റെ ഒരു കൈവഴി, ഒരു ട്രിബ്യൂട്ടറി. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നതായിരിക്കുന്ന ഭഗവാൻ അവിടെ വെച്ച് അവർ നോക്കി നിൽക്കെ തന്നെ അവിടുത്തെ കല്ലിലും മണ്ണിലും എല്ലാം നിറയെ ഭഗവാൻ സ്വരൂപമായിട്ട് കാണുകയും പിന്നീട് ഭഗവാൻ അവിടെ മറയുകയും ചെയ്തു. അങ്ങനെ ഭഗവാൻ മറഞ്ഞ സ്ഥലത്തെ വിഷ്ണു ക്ഷേത്രം എന്ന് പറയുകയും ചെയ്തു. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വലിയ അമ്പലം ഉണ്ടാക്കി എന്നുള്ള അർത്ഥത്തിലല്ല, ആ വിഷ്ണുദേവൻ കുടികൊള്ളുന്നതായിരിക്കുന്ന സ്ഥലം എന്നുള്ളതേ അതിനർത്ഥമായിട്ട് കരുതേണ്ടതുള്ളൂ. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട്, അവിടെ ഈ ഒരു അർത്ഥം കരുതുക, അത്ര തന്നെ. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന വിഷ്ണു ക്ഷേത്രത്തിൽ വന്നതായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ആദ്യം തുടങ്ങുന്നതായിരിക്കുന്ന അവസരത്തിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഇതിലെ 2 സ്കന്ധങ്ങളിൽ ഭാഗവതം ആരംഭിക്കുന്നില്ല, ഭാഗവതത്തിൻ്റെ ഒരു ആമുഖം മാത്രമേ പറയുന്നുള്ളൂ. അതേസമയം അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് മുതൽ സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, മൂതികൾ, മന്വന്തരം, ഈശാനകഥ, നിരോധം, മുക്തി എന്ന് പറയുന്നതായിരിക്കുന്ന ശരിക്ക് അത് ലക്ഷണങ്ങളായിട്ട് പറയണ ഈ 9 ലക്ഷണങ്ങളാണ്. ഈ 9 ലക്ഷണങ്ങൾ കൊണ്ട് ലക്ഷീകരിക്കുന്നതായിരിക്കുന്ന തത്വത്തെയാണ് ആശ്രയമായി പറയുക. അത് പിന്നീടുള്ളതായിരിക്കുന്ന വിശേഷമായിട്ട് ഇതിൻ്റെയൊക്കെ തത്വങ്ങൾ പറയുന്നുണ്ട്. സർഗം എന്താണെന്നും വിസർഗം എന്താണെന്നും ഒക്കെ ഭാഗവതം വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി തരാൻ വലിയ പണ്ഡിതന്മാർ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരും. തൽക്കാലം നമുക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കാം. അപ്പോൾ ഇത് എഴുത്തച്ഛനെക്കുറിച്ച് വിസ്തരിച്ച് പറയാനാണ്, പിന്നെ അതിൻ്റെ പുറകെ പോകും. അതുകൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് രാമാനുജൻ എഴുത്തച്ഛൻ അദ്ദേഹം നമുക്ക് ഈ സംസ്കൃതവും മലയാളവും കൂടി ചേർത്ത്, പാലും തേനും കൂടി ചേർത്താൽ എന്ത് മധുരം ഉണ്ടാകും, അതുപോലെ മധുരമയമായിട്ട് മണിപ്രവാള രീതിയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് നമ്മളുടെ ഈ കിളിപ്പാട്ട് ഭാഗവതം. എന്നാൽ ഭാഗവതത്തിൻ്റെ മുഴുവൻ സബ്സ്റ്റൻസും ഇതിനകത്ത് അദ്ദേഹം ചെയ്തിട്ടുമില്ല. ചിലതൊക്കെ ചെറുതാക്കിയിട്ടുണ്ട്,
ചിലതൊക്കെ വലുതാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ യുക്തി അനുസരണം അങ്ങനെയാണ് ചെയ്തിരിക്കുക. ഭക്തിക്ക് കൂടുതൽ പ്രാമാണ്യം കൊടുത്തുകൊണ്ട് ഇത് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളണം, അത്ര തന്നെ. അപ്പോൾ ഇതിൽ ഈ പ്രഥമ സ്കന്ധത്തിൽ ആദ്യം കിളിയോടാണ് സംസാരിക്കുന്ന രീതിയിൽ. കിളി എന്ന് പറഞ്ഞാൽ സുഖബ്രഹ്മർഷിയും കിളിയായിട്ടാണ്, സുഖം എന്ന് പറഞ്ഞാൽ കിളി എന്നാണല്ലോ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് ആ കിളിയെ സങ്കല്പിച്ചിരിക്കുന്നത് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. എന്തായാലും ഈ കിളിപ്പാട്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിക്കുന്നതായ ബ്രഹ്മാനന്ദത്തെ രുചിച്ച് സന്തോഷമായിട്ടിരിക്കുന്നതായിരിക്കുന്ന കിളിയോട് ചോദിക്കുന്നതും കിളി പറയുന്നതുമായിട്ട് തുടങ്ങി പിന്നീട് സൂത ശൗനക സംവാദത്തിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. നമുക്ക് നോക്കിയാൽ ഈ പല പുരാണങ്ങളുണ്ട് എന്ന് പറയുന്നു. 18 പുരാണങ്ങളുണ്ട്. ആ 18 പുരാണങ്ങളിൽ ഏറ്റവും നല്ലത് ഭാഗവതമെന്നാണ് പറയുന്നത്. ഈ ഭാഗവതം നാരദ മഹർഷിയുടെ പാഞ്ചരാത്രമെന്ന് പറയുന്നതായിരിക്കുന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് പല ആചാര്യന്മാരും പറയുന്നത്. അപ്പോൾ ഇത് ഏറ്റവും ലളിതമായി നമുക്ക് മുക്തി പ്രാപിക്കാൻ, മുക്തി പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെയുള്ളതെല്ലാം നമ്മൾ പ്രാപിക്കും, കഴിഞ്ഞിട്ടേ മുക്തി പ്രാപിക്കുകയുള്ളല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പരമപുരുഷാർത്ഥമായിരിക്കുന്ന മുക്തി അല്ലെ മോക്ഷത്തെ പ്രാപിക്കുന്നതിന് ഓരോരുത്തരും ഓരോ ആചാര്യന്മാരും ആളുകൾ പലതായതുകൊണ്ടും അവരുടെ ഭാവനകളും ചിന്തകളും പലതായതുകൊണ്ടും പലതരത്തിലുള്ള മോക്ഷശാസ്ത്രങ്ങളെപ്പറ്റി വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും എളുത്, ഏറ്റവും ചെറുതായിട്ട് നമുക്ക് മനസ്സിലാക്കി നന്നായിട്ട് പോകാൻ കഴിയുന്നതാണ് ഭാഗവതം, ശ്രീമദ് ഭാഗവതം. ഇതാകുമ്പോൾ നമുക്ക് ശ്രീ മഹാഭാഗവതം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളതുപോലെ കേട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കാം. ഇതിലെ 12 സ്കന്ധങ്ങളാണ് ഭാഗവതം മൂലത്തിൽ സംസ്കൃതത്തിലുള്ളത്. അതുപോലെ തന്നെ 12 സ്കന്ധങ്ങൾ ഇതിലും ചെയ്തിട്ടുണ്ട്. കൂടുതൽ കുറവുകളും അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഈ 12 സ്കന്ധങ്ങൾ എങ്ങനെയാണ് കേൾക്കേണ്ടുന്നതെന്ന് ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഭഗവാന്റെ ഓരോ അംഗങ്ങളുടെ ചൈതന്യം ഇതിൽ ചേർത്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് അത് ഉദ്ധവരുടെ നിർദ്ദേശപ്രകാരം എന്നെ വിട്ട് പോകുന്ന ഭഗവാനോട് അയ്യോ എന്നെ വിട്ട് പോകല്ലേ ഭഗവാനെ എന്ന് പറഞ്ഞപ്പോൾ പോകാതിരിക്കാൻ ഭഗവാന് സാധ്യമല്ലാത്തതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു എൻ്റെ ചൈതന്യത്തെ, തേജസ്സിനെ ഞാൻ ഭാഗവതത്തിലേക്കാക്കി വെച്ചേക്കാമെന്ന് പറഞ്ഞിരുന്നു അത്രേ. അതുകൊണ്ട് ഭഗവാന്റെ ഓരോ അംഗങ്ങളുടെ ചൈതന്യം ഈ ഭാഗവതത്തിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നാണ് ആചാര്യൻ. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പോകാമെങ്കിൽ ഭഗവാന്റെ ഒരു സ്വരൂപത്തെ നമ്മുടെ മനസ്സിനകത്ത് ചിന്തിച്ച് ഉറപ്പിക്കാം. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ 12 സ്കന്ധവും കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഭഗവാന്റെ ഒരു സ്വരൂപത്തെ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാൻ, സഗുണമായിട്ടുള്ള സ്വരൂപമാണ്. നിർഗുണ സ്വരൂപത്തെ ആർക്കും പറയാനും ഒക്കില്ല, രൂപം കാണിച്ചു തരാനും പറ്റില്ല, രൂപമുള്ളതല്ല. അപ്പോൾ സഗുണമായിരിക്കുന്ന ഭഗവാന്റെ സ്വരൂപത്തിലൂടെ പോയി നിർഗുണ സ്വരൂപത്തിലെത്തി മുക്തിയെ പ്രാപിക്കാമെന്നാണ് ഭാഗവതം പറയുക. അപ്പോൾ അതിനുവേണ്ടി പറഞ്ഞു തുടങ്ങുന്നതാണ് ഇവിടെയൊക്കെ ഈ ആത്മതത്വത്തെ അറിഞ്ഞിടുവാൻ ഇതേ നല്ലൂ എന്ന് പറയുന്നത്. ആത്മപദത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. എങ്കിലും ഇതിപ്പോൾ സ്വകീയമായിരിക്കുന്നത് നമ്മുടെ ദേഹത്തെ നമുക്ക് കാണാം, നമ്മളുടെ ശരീരത്തിലെ പ്രവൃത്തികളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുമായിരിക്കാം. പക്ഷേ നമ്മുടെ കണ്ണ് കാണാമോ, ഇങ്ങനെ ചെവി കേൾക്കാൻ പറ്റുന്ന, ചെവിയെ കാണാൻ പറ്റും, ഇവയൊക്കെ കാണാൻ പറ്റുന്നവയാവാം. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് ഇതിൻ്റെ ഇന്ദ്രിയങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്നതല്ല. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലുള്ളതായിരിക്കുന്ന മനസ്സിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിന് മുകളിൽ നിൽക്കുന്നതായിരിക്കുന്ന ജീവനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതിനും മുകളിൽ ജീവന് കാരണമായി നിൽക്കുന്നതായിരിക്കുന്ന ആത്മാവിനെയും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ആത്മാവിനും കാരണമായിരിക്കുന്ന പരമാത്മ ചൈതന്യത്തെ അറിയണമെന്നുണ്ടെങ്കിൽ അതിന് മാർഗം വേണം, വഴി വേണം. ആ വഴിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും പ്രധാനമായിട്ട് എഴുത്തച്ഛൻ ഭക്തിയെ പറഞ്ഞത്. അപ്പോൾ ആ ഭക്തിക്ക് ഉതകുന്നതാണ് ഈ രീതി, സഗുണമായ സ്വരൂപമാണ്. പാദൗതു പ്രഥമസ്കന്ധം ഭഗവാന്റെ പാദങ്ങളാണെന്ന് കരുതി ആ പാദങ്ങളെ ധ്യാനിച്ചുകൊണ്ട് തുടങ്ങണം. പാദൗതു ദ്വിതീയോ ജാനുനി സ്മൃത. 2ാമത്തെ സ്കന്ധം ഭഗവാന്റെ മുട്ടുകളുടെ ചൈതന്യമാണ്. തൃതീയോ ശക്തിനേന്യവ. 3ാമത്തെ സ്കന്ധം ഭഗവാന്റെ തൃത്തുടയ്ക്ക് തുല്യമാണ്, തൃത്തുടകളുടെ ചൈതന്യമാണ് തൃതീയം. ചതുർത്ഥം കടിരുച്യതേ. 4ാമത്തെ സ്കന്ധം ഭഗവാന്റെ ഇടയുടെ ചൈതന്യമാണ്. നാഭിന്ദു പഞ്ചമം വിദ്യാത്. നാഭിസ്ഥാന ചൈതന്യമാണ് പഞ്ചമം.
ഷഷ്ടം ഹൃദയമീരിത. ഈ ഷഷ്ടസ്കന്ധം, ആറാമത്തെ സ്കന്ധം ഭഗവാന്റെ ഹൃദയമായിട്ടാണ് കരുതുന്നത്. സപ്തമസ്തു ഉരപ്രോക്ത, ഏഴാമത്തെ സ്കന്ധം ഭഗവാന്റെ നെഞ്ചിൻ്റെ ചൈതന്യമാണ്, ഉരപ്രോക്ത. അഷ്ടമം കണ്ഠ ഉച്യതേ, അഷ്ടമം ഭഗവാന്റെ കണ്ഠ ചൈതന്യമാണ്. സ്കന്ധൗതു നവമസ്കന്ധം, 2 തോളുകളുണ്ട് ഭഗവാന്റെ, 2 തോളുകളുടെയും ചൈതന്യമാണ് നവമസ്കന്ധത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്നത്. ദശമം മുഖമീരിത, ദശമം ഭഗവാന്റെ മുഖമായിട്ട് കരുതിക്കൊള്ളണം എന്നാണ് പറയുന്നത്. കർണാക്ഷി നാസികായുക്തം സർവാർത്ഥ പരിപൂരിതം, നമ്മുടെ മുഖത്ത് എല്ലാ ഇന്ദ്രിയങ്ങളും, ജ്ഞാനേന്ദ്രിയങ്ങളെല്ലാം നമുക്ക് ദർശിക്കാം. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, രസന, ഇതെല്ലാം നമുക്ക് അറിയാവുന്ന സാധനങ്ങളാണ് എല്ലാം മുഖത്തുള്ള 5 ഇന്ദ്രിയങ്ങളും. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന കണ്ണ്, പിന്നെ കാത്, മൂക്ക്, നാവ്, അതുപോലെ ത്വക്ക്, ഈ 5 നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാവുന്നതും അറിയാവുന്നതുമാണെങ്കിലും അതാണ് മറ്റുള്ളതിൽ നിന്നിട്ടുള്ളതായിരിക്കുന്ന ജ്ഞാനം ഗ്രഹിക്കുന്ന ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. ആ ജ്ഞാനേന്ദ്രിയ സഹിതമായിട്ടുള്ളതായിരിക്കുന്ന മുഖം ഭഗവാന്റെ സഗുണത്തിൽ നമുക്കങ്ങനെയാണ് ചിന്ത. അപ്പോൾ ആ ഭഗവാന്റെ സഗുണസ്വരൂപമായിരിക്കുന്ന ഭഗവാന്റെ മുഖകമലം സർവാർത്ഥ പരിപൂരിതം. അപ്പം അങ്ങനെയുള്ളതായിരിക്കുന്ന ഭഗവാന്റെ മുഖകമലമായിട്ട് ദശമസ്കന്ധത്തെ കരുതണം എന്ന്. ഏകാദശ സ്തുത്തമാംഗം, ശിരസ്സായിട്ട് ഏകാദശത്തെ കരുതുക. ദ്വാദശം ബ്രഹ്മരന്ധ്രകം, ഭഗവാന്റെ ഉച്ചസ്ഥാനമായിട്ടാണ്, ബ്രഹ്മരന്ധ്രകമായിട്ടാണ് അതിനെ കരുതിയിരിക്കുന്നത്. ദ്വാദശത്തെ 12ാമത്തത്. അതുകൊണ്ട് ദ്വാദശത്തിന് നമുക്ക് എന്തോ വൈഷ്ണവത്തിലെ ഒരുപാട് പ്രാധാന്യവും ബന്ധവുമുള്ളതാണ്. ഈ നമ്മളുടെ ആധാരങ്ങളുടെ കൂടെ അഡീഷണലായിട്ടുള്ള ചില ആധാരങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ച് വരുമ്പോൾ ഇത് മുകളിലിരിക്കുന്നതിനെ അങ്ങ് ശിരസിലിരിക്കുന്നതായിരിക്കുന്ന അവിടെ ദ്വാദശ ഭാവത്തിലാണ് പറയുന്നത് പലരും. അപ്പോൾ അതൊക്കെ യോഗത്തെപ്പറ്റി അറിയാവുന്നവരൊക്കെ നിങ്ങൾക്ക് ഇനിയും സംസാരിക്കാനുള്ളവരുണ്ട്, അവരതിനെപ്പറ്റിയൊക്കെ വിസ്തരിക്കും. ഇവിടെ ഇപ്പോൾ നമുക്ക് തൽക്കാലം ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഭഗവാനെക്കുറിച്ച് ഈ അറിയുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വർണ്ണത്തിലും എല്ലാവർക്കും നന്നായി സാധിക്കാവുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലത് ജാതിയെ വെച്ചിട്ടല്ല, വർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ കർമ്മത്തിന് വേണ്ടി ഭരിക്കുന്നതായിരിക്കുന്ന ഏതൊരു വസ്തുവായാലും അത് വർണ്ണമെന്നാണ് പറയുക. അത് അവനവൻ്റെ ജീവിതമാർഗത്തിന് ഉപജീവനത്തിനും എല്ലാം ഉപയുക്തമായിരിക്കാം. അത് അവരവർക്ക് ഇഷ്ടമുള്ളതാണ്. എൻ്റെ യുക്തി അനുസരിച്ചല്ലേ ഞാൻ കർമ്മം ചെയ്യുന്നത്. പണ്ടൊക്കെ താഴെയുള്ളതായിരിക്കുന്ന ശൂദ്രനെ ക്രമേണ ബ്രാഹ്മണനായി തീരാനുള്ള വഴികളിലൂടെയാണ് സനാതനധർമ്മം പോകുന്നത്, അല്ലാതെ ആരെയും ചവിട്ടി മതിക്കാനൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളതിൽ എത്രയും എളുതായി മുക്തിയെ ലഭിക്കുന്ന ഭക്തി മാർഗത്തെ പ്രതിപാദിപ്പാൻ വേദവ്യാസൻ എന്താണ് ചെയ്തിരിക്കുന്നത്? ഉത്തമ ശ്ലോക ചരിത്രങ്ങളും കീർത്തിക്കപ്പെടുവാൻ യോഗ്യനായ ശ്രേഷ്ഠനായിരിക്കുന്ന ഭഗവാന്റെ ചരിത്രങ്ങൾ അതെന്തൊക്കെയാണ്? ഭഗവാന്റെ നാമങ്ങളും ധ്യാനങ്ങളും ഒക്കെ ചേർത്തിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെയ്ത് അതിൽ രമിപ്പാനായിട്ടാണ് മറ്റുള്ള കഥയെല്ലാം. അവിടെ ആദ്യ ശ്ലോകം മംഗലാചരണമായി കവിനായകൻ പ്രയോഗിച്ചത് വേദവ്യാസൻ. അപ്പോൾ ഇവിടെ സാദരമതുബാലേ കാലേ ചൊല്ലെന്നോടിപ്പോൾ വരെ കവി കിളിയോട് പറയുന്ന ഭാവത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം കിളി പറയുന്നതായിട്ടാണ് ഈ ബാക്കിയുള്ള ഭാഗം. അതിൽ വേദവ്യാസൻ പ്രയോഗിച്ച ഭാഗവതത്തിലെ, സംസ്കൃത ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകങ്ങളുടെ കുറിച്ച് ഒരു ചെറിയ, അതിൻ്റെ എല്ലാത്തിനും കൂടെ സത്ത് ചേർത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ ശ്ലോകം. അതാണ് ആദ്യത്തെ ശ്ലോകം എന്ന് പറയുന്നത്. അവിടെ ആദ്യ ശ്ലോകം മംഗലാചരണമായി കവിനായകൻ, മംഗലാചരണമായിട്ട് എല്ലാത്തിനും മംഗളമുണ്ടാകാനുള്ളതായിരിക്കുന്ന ആഗ്രഹത്തോടുകൂടി ആദ്യം തന്നെ മംഗളം അഥ എന്നുള്ള മംഗളവാക്യമാണ്. അപ്പോൾ ആ മംഗളമായിട്ടുള്ളതായിരിക്കുന്നൊരു വാക്യമോ എന്തെങ്കിലും സൂചിപ്പിക്കുന്നത് പണ്ട് മുതലുള്ള ഒരു ചുരുക്കമായിട്ട് പണ്ടുള്ളവർ ചെയ്തിരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളതിൽ ആ ആദ്യ ശ്ലോകം മംഗലാചരണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം അത് മംഗലാചരണം വേണമെന്നുള്ള അർത്ഥമായില്ലേ. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നതാണ് കവിനായകൻ പ്രയോഗിച്ചു എന്ന് പറഞ്ഞത്. അത് കവിനായകൻ എന്ന് പറഞ്ഞാൽ ത്രികാലങ്ങളുടെയും ത്രികാലജ്ഞാനിയായിരിക്കുന്ന ഒരു ഋഷിപര്യനെ, ശ്രീശ്രേഷ്ഠനെ നമുക്ക് കവിയെന്ന് പറയാൻ ഒക്കുന്നില്ല. വെറുതെ ഒരു കാവ്യം എഴുതി വെക്കുന്നത് കൊണ്ട്, വെറുതെ ഒരു കവിത എഴുതി വെച്ചിരുന്നുകൊണ്ടും കവിയാകാം, അതൊന്നും കുഴപ്പമില്ല, കവിയെന്ന് തന്നെ പറയാം.
പക്ഷേ എങ്കിലും ഇവിടുത്തെ കവി പ്രയോഗത്തിന് കുറേ കൂടെ ഡെപ്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ ഇതിലാണ് ഇവിടെ സർവജ്ഞനായി സർവജഗൽക്കാരണനായി സർവഭൂതങ്ങൾക്കെല്ലാം ജ്ഞാനത സ്വരൂപനായി അപരിച്ഛിന്നമായി പരമാനന്ദമായ പരമാത്മാവ് തന്നെ ധ്യാനിക്കായി വരയണമേ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ജന്മാദ്യസ്യ യതോന്വയാദിതരതസ്ഥാദ്വേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തിയൽ സൂരയ തേജോ വാരി മൃദാം യഥാ വിനിമയോ എത്ര ത്രിസർഗോ മൃഷ ധാമനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. അപ്പോൾ ആ പരമമായിരിക്കുന്ന സത്യത്തെ ആ പരമാത്മാവ് തന്നെ ധ്യാനിക്കായി വരയണമെന്ന് ആദ്യ ശ്ലോകം കൊണ്ട് വ്യാസൻ എന്ത് പറഞ്ഞു അതിൻ്റെ ഒരു രസാംശത്തെ എടുത്തുകൊണ്ട് നമുക്ക് തന്നിരിക്കുകയാണ്. പിന്നെ വസ്തുനിർദ്ദേശം രണ്ടാം പദ്യത്തെ കൊണ്ട് മംഗളാചരണം കഴിഞ്ഞ് വസ്തു എന്താണ് ഇതിനകത്ത് പറയുന്നത് എന്നുള്ളതായിരിക്കുന്ന വാസ്തവം ആയിട്ടുള്ളതായിരിക്കുന്ന വസ്തു അതിനെക്കുറിച്ച് പറയുകയാണ്. അവിടെ എന്താ പറഞ്ഞത്? സത്യമായി പുരുഷാർത്ഥമായിരിക്കുന്ന പരമാത്മാവും പുരുഷാർത്ഥ പദപ്രാപ്തിക്ക് യോഗ്യമായിരിക്കുന്ന മുക്തി കൊണ്ട് അല്ലെങ്കിൽ മോക്ഷം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കുന്ന പദം എവിടെയാണോ ആ പദം അത് ആത്മതത്വവും അതിന് പ്രാപ്തി സാധനവുമായി മേദ്യമായിരിക്കുന്ന ഇതിൻ്റെയൊക്കെ താഴെ അർത്ഥം കൊടുത്തിട്ടുള്ളതുകൊണ്ട് അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കിക്കൊള്ളുക. ശുദ്ധം എന്നർത്ഥമാണ് അവിടെ. ധർമ്മവും അതിങ്കൽ കേൾക്ക മാത്രമേ വേണ്ടൂ ഭക്തി ഉണ്ടാവാൻ. എന്ത് കേൾക്കണം? ആവശ്യമുള്ളത് കേൾക്കണം, ആവശ്യമില്ലാത്തതൊക്കെ കേൾക്കാൻ പോരുത്. ആവശ്യമില്ലാതെ കേൾക്കുന്നതിൻ്റെ പുറകെ പോകുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് കേൾക്കുക മാത്രമേ വേണ്ടൂ. കേൾക്കുക എന്ന് പറയുമ്പം കേൾക്കുകയും അനുസരിക്കുകയും ഒക്കെ അതിനകത്ത് വരുന്നതാണ്. കേൾക്കുന്നത് അനുസരിച്ച് നല്ല കാര്യങ്ങളെ അനുസരിക്കുകയും പ്രവർത്തിക്കുകയും അത് ശ്രദ്ധയുണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് മോക്ഷവും വരുമെന്ന് വേറെ ഞാൻ ചൊല്ലണമോ? അപ്പോൾ ഇത് കേൾക്കുന്നത് കൊണ്ട് ഭക്തി ഉണ്ടാകുമെന്ന് പറഞ്ഞു. വേണ്ട വിധം കേട്ടാൽ ശ്രദ്ധയുണ്ടാവണം, അതിന് അത്യാവശ്യമാണ്. കേൾക്കുമ്പോഴേ അത് ഭാവസംയുതമായിട്ട് കേൾക്കണം, എങ്കിൽ ഭക്തി ഉണ്ടാകും. ഉറപ്പില്ലാതെ തോന്നുന്നത് പോലെയൊക്കെ കേട്ടു എന്ന് വിചാരിച്ചും വിശേഷമൊന്നുമില്ല എന്നർത്ഥം. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അവിടെ സുഖമേ സേവിച്ചിടും പ്രാമാണ്യ വിസന്ധാനം നിഗമമെന്ന് മൂന്നാം പദ്യത്തെ കൊണ്ടുവരും. മൂന്നാമത്തെ പദ്യം അതിൽ രണ്ടാമത്തെ പദ്യം ധർമ്മത്തെ പറ്റിയാണ് പറയുന്നത്. ഏതൊരു ദേവതയാണ് നമുക്ക് ആരാധിക്കേണ്ട മോക്ഷപദത്തിൽ ആയിട്ടുള്ളതായിരിക്കുന്ന നമുക്ക് ചെന്ന് ചേരാനുള്ളതായിരിക്കുന്ന കാര്യത്തെപ്പറ്റിയാണ് പറഞ്ഞത്. അതാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ആ ധർമ്മത്തെപ്പറ്റി പറഞ്ഞു. ആ ധർമ്മത്തെപ്പറ്റി പറഞ്ഞത് ധർമ്മ പ്രോജ്ജിത കൈതവോത്തരപരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവം അത്ര വസ്തു ശിബദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിംവാപരേ ഈശ്വര സദ്യോ ഹൃദ്യ അവരുദ്ധ്യതേദ്യ കൃതിഭി ശുശ്രൂഷിഭി തക്ഷണാത്. നല്ലവണ്ണം കേൾക്കുന്നവരുടെ കാര്യമാണേ. ചുമ്മാതെ ഈ പുറത്തുള്ള സൂത്രം മാത്രം കേട്ടതുകൊണ്ടൊന്നും ഉള്ളിലൊന്നും ഈശ്വരൻ ഇറങ്ങില്ല. ഈശ്വരനെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഏകാഗ്രമായ ഏകാഗ്രതയോടുകൂടിയുള്ളതായിരിക്കുന്ന ഭഗവത് പാദപത്മങ്ങളിലുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിലേ ഭക്തി ഉണ്ടാവുകയുള്ളൂ. അതിനും പല പല കാര്യങ്ങളുണ്ട്. അതിനെ എപ്പോഴും ചിന്തിക്കുക. ഭൗതികമായിരിക്കുള്ള വിഷയങ്ങളിൽ അതീവ ശ്രദ്ധയും താല്പര്യമുള്ളവർക്കൊന്നും ഈശ്വരനിലൊന്നും അങ്ങനെയൊന്നുമുള്ളതായിരിക്കുന്ന ആഗ്രഹം വരാനുള്ള ന്യായമില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ അതിനോടുള്ള ഒരു വിരക്തിയും ഇതിനകത്ത് ബാധകമാണ്. അതുകൊണ്ടാണ് ഭാഗവതത്തിലെ ജ്ഞാനവിരക്തികളെ പ്രാധാന്യമായിട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഭക്തിയെ അമ്മയായിട്ടും വെച്ചു. മറ്റേ രണ്ടുപേരെയും മക്കളായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന വേദമായിടുന്ന കൽപ്പകവൃക്ഷത്തിൻ്റെ കൽപ്പകവൃക്ഷം എന്ന് പറയുമ്പോൾ കൽപ്പകം എന്ന് പറയുന്നത് 5 കൂട്ടം കൂടുന്നതാണ് കൽപ്പകവൃക്ഷം എന്ന് പറയുന്നത്. കൽപ്പവൃക്ഷങ്ങളിലെ കൽപ്പവൃക്ഷം ഒന്നാണ് അതിൻ്റെ പേരാണ്. പിന്നെ അല്ലാത്തതായിരിക്കുന്ന വൃക്ഷങ്ങളുണ്ട്. ആ വൃക്ഷങ്ങളിൽ ഒരു വൃക്ഷമുണ്ട്, പിന്നീട് വരുമ്പോൾ അത് സൂചിപ്പിക്കാം. അപ്പോൾ അത് കൽപ്പവൃക്ഷം എന്ത് ചോദിച്ചാലും നമുക്ക് തരുന്നത് അതിൻ്റെ ചുവട്ടിലിരുന്ന് ചിന്തിച്ചാൽ വരുന്നത്. അതുപോലെയുള്ളതായിരിക്കുന്ന ഭാഗവതമാകുന്നത് അല്ലെങ്കിൽ വേദത്തിൻ്റെ രസമാകുന്നതായിരിക്കുന്ന വിഷയമാണ് കൽപ്പവൃക്ഷത്തിൻ്റെ മോദമാർന്നഴും ബലമാതരപൂർവ്വം ഭക്തിയാ വീണത് ശുഖമുഖത്തിങ്ങൽ നിന്നുടൻ പോയി. അപ്പോൾ ഈ കിളി കൊത്തിയാൽ അതിന് ഭദ്രം കൂടുമെന്നൊക്കെയാണ് ആചാര്യന്മാരും പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ശുഖബ്രഹ്മർഷിയിൽ നിന്ന് വീണതായിരിക്കുന്ന ഭാഗവതം മഹാഭാഗവതാക്കിരസം മംഗലം വന്ന് വരന്തങ്കലയിൽ എപ്പോഴോ ആവോളം പാനം ചെയ്തുള്ള രസികന്മാരായുള്ള ഭാഗവത മുഖ്യന്മാർ. അപ്പോൾ
രസമുണ്ടാകണം, ഭഗവത്പാദങ്ങളിൽ രസമുണ്ടാകണം, ഭഗവാന്റെ കർമ്മങ്ങളിൽ രസമുണ്ടാകണം, അന്യവിഷയങ്ങളിലുള്ളതായിരിക്കുന്ന രസം വിട്ട് ഇവിടെ രസിക്കുന്നവർക്ക്, അങ്ങനെയുള്ള രസികന്മാർക്ക് അവരെ ഭാഗവത മുഖ്യന്മാരാണ്, അവർക്ക് വേണ്ടിയിട്ട് പ്രയോജനം ചെയ്യും. അപ്പോൾ ഇങ്ങനെ വരെ കിളി പറഞ്ഞതാണ്. തുടർന്ന് ചോദിക്കുന്നു, എങ്കിലോ ചൊല്ലു സംസാരം കൊണ്ടുണ്ടാകും സങ്കടം പോകും വണ്ണം വൈകാതെ സുഖമേ സുഖമേ എന്നെ ഈ സംസാരസാഗരത്തിൽ നിന്ന് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് അതിൽ നിന്ന് കരകയറാനുള്ളതായിരിക്കുന്ന വഴി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ താര കിളി പറയുന്നതാണ്, ചൊല്ലുവാൻ ഇവിടെ ഇപ്പോൾ എനിക്കിതിന് എതിരുമില്ല എന്നും പറഞ്ഞ് താര കിളി ഇങ്ങോട്ട് പറഞ്ഞു വരികയാണ്. അപ്പോൾ അത് വലിയ ആൾക്കാരുടെ മുമ്പിൽ ചൊല്ലുമ്പോൾ നമുക്ക് പിഴ പറയുകയാണോ എന്ന് സംശയമുണ്ട്, എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു വിഷമം തോന്നുമില്ലേ? അപ്പോൾ അതുകൊണ്ട് അതിനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞത്, അത് വിനതാത്മജൻ അനന്താഗ്രേ തുല്യമില്ലാതെ വേഗത്തോട് തൻ പറക്കുമ്പോൾ ഗരുഡൻ, വിനത എന്ന് പറയുന്നതായിരിക്കുന്ന കശ്യപൻ, ആ കശ്യപൻ എന്ന് പേരുള്ളതായിരിക്കുന്ന മറ്റൊരു ഋഷിയാണേ. അപ്പോൾ അത് ഭാഗവതത്തിൽ പിന്നീട് നമസ്കന്ധമൊക്കെ വരുന്നുണ്ട്, അവിടെ ആദ്യ ഭാഗങ്ങളൊക്കെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെയൊക്കെ വിസ്തരിച്ച് നിങ്ങളോട് പറഞ്ഞു തരും. അപ്പോൾ അതിൽ ഈ വിനത എന്ന് പറയുന്ന കശ്യപൻ്റെ ഒരു ഭാര്യയിൽ 2 പുത്രന്മാരുണ്ടായതിൽ ഒന്ന് അരുണനും ഒന്ന് ഗരുഡനുമാണ്. ഇവിടെ വിനതാത്മജൻ അരുണനല്ല, ഗരുഡനാണെന്ന് തന്നെ കരുതിക്കൊള്ളണം. അപ്പോൾ അതാണ് ഇവിടെ ഗരുഡനെ പറഞ്ഞു. ഗരുഡൻ ഏറ്റവും ഉന്നതമായ ഉയരത്തിൽ പറക്കുന്ന ആളായിരിക്കാം. പക്ഷേ ഈ കൊച്ചു മശകം അതുകൊണ്ട്, അല്ലെങ്കിൽ കൊതുക് അല്ലെങ്കിൽ അതുകൊണ്ട് പറക്കാതിരിക്കുന്നുണ്ടോ? അതിനെ കൊണ്ടാവുന്നത് പോലെ വെല്ല മറക്കുന്നുണ്ട്. അതുപോലെ ഞാനും പറക്കുന്നു, ഞാനും പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തു. വല്ല ജാതിയും തന്നാലായത് മുതിർന്ന് എല്ലാ ജാതിയും പറക്കുന്നു വന്നിടും മുന്നൂനും അല്ലാതെ ചുമ്മാ അടങ്ങിയിരിക്കുന്നില്ലല്ലോ, എന്തെങ്കിലും രീതിയിൽ തന്നെ കൊണ്ടാവുന്ന രീതിയിൽ പറക്കുന്നുണ്ട് എന്ന് പറയുന്നു. വലിയ ഉയരങ്ങളിൽ പറക്കട്ടെ, നമുക്ക് താഴെ ആവുന്നത്രയുള്ള ഭാഗത്ത് പറക്കാം എന്ന് പറഞ്ഞ് പിന്നീട് അവിടെ നമസ്കാരങ്ങളെക്കുറിച്ച് പറയുന്നു. നമസ്കരിക്കുന്നു. തുലരും ഗണേശനും വാണിയും മുകുന്ദനും ചൊല്ലിന പൗരാണികാചാരണ്യം വ്യാസൻ താനും സുർലോകാദിയൻ മുമ്പ് ആശാധിപതികളും എല്ലാം മേടിച്ചു ഇവരെ എല്ലാവരെയും വണങ്ങുന്നുണ്ട്. ഭൂമി ദേവന്മാരെ വണങ്ങുന്നു, അതായത് ബ്രാഹ്മണരെ, ദേവതങ്ങളെ വണങ്ങുന്നുണ്ട്, വ്യാസമഹർഷിയെ വണങ്ങുന്നുണ്ട്, ഗണേശനെ, വാണി ദേവിയെ, ഭഗവാനെയും എല്ലാവരെയും വണങ്ങിക്കൊണ്ടാണ് അതുപോലെ നാരദമുനിയെ വന്ദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭാഗവതത്തിന് പ്രധാനമായ കൃഷ്ണചന്ദ്രനായിരിക്കുന്ന ഭഗവാനെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ളതിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന അതേപോലെ ആദിസാക്ഷിയാണ് ഓം നമോ ഭഗവതേ കൃഷ്ണചന്ദ്രായ. ആരും അങ്ങനെ ഉപയോഗിച്ച് കേൾക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളതായിരിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാതിയായിരിക്കുന്ന രാധാദേവി, ആ രാധാദേവിയെയും സ്തുതിച്ച് വേണം. രാധയെ സ്തുതിച്ചില്ല എങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കില്ല എന്നാണ് നമുക്ക് പൊതുവെ അറിയാൻ കഴിയുന്നത്. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ എന്നിങ്ങനെ രാധാദേവിയെയും സ്മരിക്കണം. പിന്നെ ശിവപാർവതിമാരുടെ സംസാരത്തിൽ നിന്നിട്ടാണ് പിന്നെ ഈ ഭാഗവത മഹാത്മ്യം തന്നെ ഉണ്ടായത്. എല്ലാറ്റിൻ്റെയും ഗുരു അതേതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ വൈഷ്ണവമായിട്ട് വരുമ്പോൾ ഭഗവാനെ തന്നെ ഗുരുവായിട്ട് കാണുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ആരെ കണ്ടാലും ഒരുപോലെ ഒന്നുള്ളൂ, എല്ലാം ഒരുപോലെ തന്നെ. അതിനെക്കുറിച്ച് പറയുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ഭാഗവതത്തിൽ ഇത് ശ്രീ ഭാഗവതം തന്നിലൂ പരമാർത്ഥം എന്നുണ്ട്. അത് ചിലർ തന്നിലൂ എന്നുള്ളതിനെ തന്നിലെ പരമാർത്ഥം എന്നാക്കിയിട്ടുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ തന്നിലെ പരമാർത്ഥം സത്യജ്ഞാനാനന്ദ അദ്വയ അമൃതപൂർണ്ണം സച്ചിത് ബ്രഹ്മാഖ്യം, അതിനെയാണ് പരമാനന്ദത്തെ, അതിനെയാണ് ഉപാസിച്ചേൻ എന്ന് പറയുന്നത് വേണ്ടിയിട്ട് അത് ഇത് തന്നിലൂ എന്നുള്ള പഴയ ഒരു പ്രയോഗമാണെന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈശ്വരം പ്രപഞ്ചവും ഏകമെന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട്. ഈശ്വരനെയും പ്രപഞ്ചത്തെയും ഗുരുവിനെയും, ഗുരുവിൻ്റെ ആരിജ്യം കൊണ്ടാണ് അല്ലെ കൽപ്പന കൊണ്ടാണ് ചെയ്യാൻ പറയാൻ തുടങ്ങുന്നത്. പറയേണ്ടത് നമുക്ക് അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രപഞ്ചവും ഈശ്വരനും ഭഗവാനും എല്ലാം ഈ ഞാനും, അപ്പോൾ ധ്യാനധ്യാതൃധേയമായിട്ടുള്ള എല്ലാ സകലതും എല്ലാം ഏകമെന്നുറച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏകമായിട്ട് അത് ഈശ്വരൻ്റെ കാരണത്താൽ കേവലം ഒന്നായി കണ്ടേൻ. അങ്ങനെയുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാറ്റിലും എന്നെ കാണാം. മനുഷ്യനായിട്ടുള്ള എല്ലാ ജീവികളിലും ഉണ്ട് ഞാൻ, അഹം എന്നുള്ളതായിരിക്കുന്ന ഭാവം. അപ്പോൾ എന്നിലാവുമ്പോൾ ഞാനുണ്ട്,
ഞാനെന്നല്ലേ പറയുന്നത്. മറ്റൊരാളും ഞാനെന്ന് തന്നെയാണ് പറയുന്നത്. എല്ലാവരും ഞാനെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാറ്റിലും ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന വസ്തുവാണ്. അപ്പോൾ ആ ഞാൻ തന്നെ എല്ലായിടവും കാണപ്പെടുന്നു. അഹമില്ലാതെ അങ്ങ് ഒരു പരിപാടി നടപ്പില്ല. അതാണ് അതിൻ്റെ കാര്യം. പിന്നെ ഇവിടെ പറയുന്നത് നൈമിഷവനത്തിലെ വിഷ്ണു ക്ഷേത്രത്തിങ്കിൽ, അതാ ഞാൻ പറഞ്ഞത്. വിഷ്ണു ക്ഷേത്രം എന്ന് പറയാനുള്ള കാരണത്തെക്കുറിച്ച് നേരത്തെ ഒന്ന് ഞാൻ സൂചിപ്പിച്ചു. അതങ്ങനെയാണ്. അവിടെ മാമുനിവരന്മാരാം ശൗനകാദികളെല്ലാം സ്വർഗത്തെ ലഭിക്കാനായി. ഇതിൽ പ്രഥമ സ്ഥാനം അർഹിക്കുന്ന ആളാണ് ശൗനക മഹർഷി. ശൗനകനെക്കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിക്കാം. നവമസ്കന്ധമാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആചാര്യന്മാർ വിസ്തരിച്ച് പറഞ്ഞു തരും. വിഷ്ണു ഭഗവാനിൽ നിന്നാണ് ലോകമെല്ലാം ഉണ്ടാകുന്നതെങ്കിൽ വിഷ്ണു ഭഗവാനിൽ നിന്ന് ബ്രഹ്മദേവനിൽ നിന്ന് അത്രി മഹർഷി, അത്രിയിൽ നിന്നിട്ടാണെന്നുണ്ടെങ്കിൽ ബുധൻ, അത്രയിൽ നിന്ന് ചന്ദ്രനിൽ നിന്ന് ബുധനിൽ നിന്ന് പുരൂരവസിൽ നിന്ന് ആയുസ്സിൽ നിന്ന് ബൃഹൽക്ഷത്രൻ്റെ പുത്രനായിട്ട് സുഹോത്രൻ്റെ പുത്രനായിട്ട് ഗൃത്സമതൻ്റെ പുത്രനായ ശുനകൻ്റെ പുത്രനായിരിക്കുന്ന ശൗനകൻ എന്ന് പറയുന്നതായിരിക്കുന്ന മഹർഷി. അദ്ദേഹത്തിനെക്കുറിച്ച് വേറൊരു പുരാണത്തിനകത്ത് ഞാൻ പാരായണം ചെയ്തപ്പോൾ കണ്ടത് അദ്ദേഹത്തിന് ഇന്ദ്രോദൻ എന്നൊരു പേര് കൊടുത്തിട്ടുള്ളതാണ്. ഇന്ദ്ര ഉത്തഹ ഇങ്ങനെ 2 പദങ്ങളാണ്. അപ്പോൾ ഇന്ദ്രന് തുല്യനായിട്ടുള്ളവൻ എന്നർത്ഥം കരുതിക്കൊള്ളണം. അത്ര കേമനായിരുന്നു, രാജ്യം ഭരിച്ചിരുന്ന രാജാവായിരുന്ന ആൾ പിന്നീട് അത് ഉപേക്ഷിച്ച് ക്ഷത്രിയനായിരുന്ന ആൾ ഇത് ഉപേക്ഷിച്ച് അടുവിൽ ബ്രാഹ്മണനായി സന്യാസിയായി തീർന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മഹാത്മ്യം ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ശൗനകാദി മഹർഷിമാർ സ്വർഗത്തെ ലഭിക്കാനായി സത്രത്തെ തുടങ്ങിനാണ് എഴുതിയിരിക്കുന്നത്. അത് ശ്രീധരാചാര്യർ വിസ്തരിച്ച് പറഞ്ഞു വന്നിട്ടുണ്ട്. ഈ സ്വർഗമെന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ദ്രൻ്റെ സ്വർഗ്ഗലോകത്തെയോ അല്ലെങ്കിൽ മറ്റുള്ള സ്വർഗ്ഗലോകത്തെയോ ഉദ്ദേശിച്ചല്ല പറയണത്. സ്വർഗായൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിൽ ഗാനം ചെയ്യപ്പെടുന്ന മഹിമയോടുകൂടിയിരിക്കുന്ന ഭഗവാൻ, ആ ഭഗവാന്റെ ഇരിപ്പിടം വൈകുണ്ഠമാണ്. അപ്പോൾ അത് സദ്ഗതി വൈകുണ്ഠത്തിലേക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ സദ്ഗതി വരുന്നതിന് സ്വർഗത്തെ ലഭിക്കാനായി സദ്ഗതിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞത്. അത് നീണ്ട യാഗം 1000 ആണ്ട് കഴിഞ്ഞു കൂടും. 1000 ആണ്ട് കാലം ഈ നീണ്ട യാഗം നടത്തുന്നു എന്നാണ് പറയുന്നത്. ആ സമയത്ത് അവിടെ വന്നു ചേർന്നതായിരിക്കുന്ന സൂതനെക്കുറിച്ചുള്ളതായിരിക്കുന്ന പരാമർശം, ആ സൂതനെ ബലരാമസ്വാമി വധിക്കുകയും പിന്നെ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാക്കിയതായിരിക്കുന്ന സൃഷ്ടിച്ചതായ ഉഗ്രശ്രവസ് എന്ന് പറയുന്ന സൂതൻ പിന്നീട് പറയപ്പെടുന്നത് ശുകബ്ര മഹർഷി ഭാഗവതം പരീക്ഷിത മഹാരാജാവിന് ഉപദേശിച്ചു കൊടുത്ത സമയത്ത് അവിടെ പോയി കേൾക്കുകയും പിന്നീട് തിരിച്ചു വന്നിട്ട് ഈ ഭാഗവതത്തിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഏതായാലും അങ്ങനെ വ്യാസശിഷ്യനായുള്ള സൂതൻ അവിടെ ചെല്ലുകയും അവർ ചെല്ലുകയും ചെയ്തു. 1000 ആണ്ട് കഴിഞ്ഞു കൂടുന്നതങ്ങാരാലും ഉപദ്രവം കൂടാതെ ചെല്ലും കാലം ചെന്നത് വേദവ്യാസ ശിഷ്യനായുള്ള സൂതൻ നന്നായി സൽക്കാരം ചെയ്തിരുത്തി മുനികളും. ഇവിടെ സൽക്കാരം ചെയ്ത് ഇരുത്തി എന്ന് പറയുന്നത് വരെയുള്ളതായിരിക്കുന്ന കിളിയരയാണ്. പിന്നെ ഇപ്പോൾ കിളിയിൽ നിന്ന് മാറി പറയുകയാണ്. അതാര് പറയുന്നു? ശൗനക മഹർഷി പറയുന്നു. പുണ്യവനായ ഭവാൻ വന്ന് നന്നായി വന്നു, ധന്യന്മാരെന്ന് വന്ന് ഞങ്ങളും അതിനാലേ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ മനുഷ്യരെല്ലാവരും പലതരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും കൊണ്ട് പിന്നെ വളരെ ദുഃഖിതന്മാരായിരിക്കുന്നു. അല്പായുസുകളാണ്, അല്പബുദ്ധികളായിട്ടുള്ളവരാണ്. ഒരുപാട് കേൾക്കേണ്ടതായിട്ടുള്ളത് ശാസ്ത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാം കേൾക്കാനുള്ള സമയമില്ലല്ലോ. അതുകൊണ്ട് അതിലും ഏറ്റവും രസം അതിൻ്റെ എല്ലാത്തിൻ്റെയും സാരം ആയിട്ടുള്ളതായിരിക്കുന്ന വസ്തു എന്തെങ്കിലും അത് ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ എന്ന് അവർ പറഞ്ഞു. ആ കൂട്ടത്തിൽ എല്ലാത്തിലും മുഖ്യമായിട്ടുള്ളതായിരിക്കുന്ന ഭഗവാന്റെ കഥയാണല്ലോ. അതുകൊണ്ട് ഭഗവാന്റെ കഥ കേൾക്കണം. അത് ആത്മശുദ്ധി വേണമെന്ന് ആഗ്രഹിക്കുന്നവന്, അതിൽ കൊതിയുള്ളവനാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ കഥ കേൾക്കാൻ ആഗ്രഹമുണ്ടാകും. അതുകൊണ്ട് അത് പറഞ്ഞു തരണമേ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോഴാണ് എന്നെല്ലാം മുനിജനം ചെന്നത് കേട്ട് സൂതൻ നന്നായി തെളിഞ്ഞുടൻ പറഞ്ഞു. പിന്നീട് സൂതൻ്റെ ആഖ്യാനമായിട്ടാണ് പിന്നെ പറയുക. സൂതൻ പറയുന്നു അവിടെ ശ്രീശുഖമുനിയെ തൊഴുതുകൊണ്ട് ഒന്നിച്ചു കിടണം എന്നെക്കുറിച്ച് സഹാകാലം എന്ന് പറയുന്നു. അങ്ങനെ വേദവ്യാസനെ വന്ദിക്കുന്നു. ഭഗവത് കഥ കേൾക്കാൻ ആഗ്രഹമുണ്ടായത് എല്ലാവർക്കും നല്ലതാണ്. പിന്നെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വരുമ്പോൾ വിധിച്ച വണ്ണം തന്നെ കർമ്മങ്ങൾ രീതിയിലും മതദ്വേഷിയിൽ ഭക്തിയില്ലായെങ്കിൽ ഫലം വരാ എന്നെല്ലാം പറഞ്ഞാൽ വേണ്ട വിധം കർമ്മം ആചരിക്കണം, ഭഗവാനിൽ ഭക്തി കൂടിയെങ്കിലേ പ്രയോജനമുള്ളൂ എന്നെല്ലാം പറഞ്ഞു. സജ്ജന സമ്പർക്കം, സജ്ജനങ്ങളുമായിട്ട് സംഘമുണ്ട്.
അതുപോലെ തന്നെ തീർത്ഥങ്ങളിലേക്ക് കുളിക്കുന്നുണ്ട് എന്നൊന്നും പറഞ്ഞുകൊണ്ടൊന്നും മാത്രം ഇതൊന്നും പൂർണ്ണമാവുകയില്ല. അതിന് പൂർണ്ണമാകണമെങ്കിൽ ഒരു കാര്യം കൂടെ ഉണ്ട്, അത് വിരോധമായിട്ടുള്ളത്. അത് നോക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യും? സ്വച്ഛ. അപ്പോൾ അതുപോലെ തീർത്ഥങ്ങളുടെ ഓർമ്മ ജനം വഴി പോലെ ചെയ്യുകയും ദിനം പ്രതി ദുർജന വിയോഗം, കൊള്ളരുതാത്തവരുമായിട്ട് കൂട്ടുകെട്ടരുത്. ദുർജന സംഘം കൊണ്ടെല്ലാം നശിക്കും. സജ്ജനങ്ങളുമായി സംഘം ചെയ്യുവാനുള്ളതായിരിക്കുന്ന മനസ്സുണ്ടാവണം. അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്കത് പ്രയോജനകരമായിട്ട് ഭവിക്കുകയുള്ളൂ. തീർത്ഥത്തിൽ പോയി കുളിച്ചെന്ന് വെച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തത് കൊണ്ടോ നമുക്ക് പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം കിട്ടണമെന്നില്ല. സജ്ജനങ്ങളുമായിട്ട് സമ്പർക്കം ചെയ്തുകൊണ്ടിരുന്നാലും ദുർജനങ്ങളുമായിട്ട് സമ്പർക്കം ചെയ്താൽ നമ്മുടെ സജ്ജനങ്ങളുമായിട്ട് സംഘം ചെയ്തതിൻ്റെ പ്രയോജനം പോകും. അപ്പോൾ അതുകൊണ്ട് ദുർജനങ്ങളെ ഒഴിവാക്കി നിർത്തണം എന്ന് തീർച്ചയായിട്ടും അത് വേണമെന്ന് പറയുന്നു. അങ്ങനെയുള്ളവനാണ് ഭഗവാന്റെ കഥകളിലൊക്കെ ഇഷ്ടമുണ്ടാവുക എന്ന് പറയുന്നു. ഇതിൽ പിന്നെ ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നു, കൽപ്പാവതാരങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നതായ ഭാഗമാണ് പിന്നീട് അങ്ങോട്ടുള്ളത്. അത് വിസ്തരിച്ച് പറയാൻ പോയാൽ ഇന്ന് നമുക്ക് സമയം കിട്ടില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഇത്രയും മനസ്സിലാക്കിയിരിക്കുക.